നമസ്കാരം. തലസ്ഥാന നഗരി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് വട്ടിയൂർക്കാവ് വാഴ്വോട്ട് കൊണത്ത വൻ പോലീസ് വേട്ടയും നാടകീയ രംഗങ്ങളും. വധശ്രമ കേസിൽ പ്രതിയായി നാളുകളായി ഒളിവിലായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴ്വോട്ടുകോണം വാർഡ് BJP കൗൺസിലർ ആർ സുഗതനെ പിടികൂടാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ പ്രതിയും കൂട്ടാളികളും ക്രൂരമായ അക്രമം അഴിച്ചുവിട്ടെന്ന് പോലീസ്. രഹസ്യവിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ ക്രമസമാധാന പാലകരെ പ്രതികൾ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. സംഘർഷം അതിരുവിട്ടതോടെ അക്രമികളിൽ നിന്നും രക്ഷ നേടാനും സ്ഥിതിഗതികൾ ശാന്തമാക്കാനും വട്ടിയൂർക്കാവ് SHO വിപിനെ തന്റെ സർവീസ് റിവോൾവർ എടുത്ത് ആകാശത്തേക്ക് വെടിയുതിർക്കേണ്ടി വന്നു. വെടിവെപ്പിന് ശേഷമുള്ള സാഹസികമായ നീക്കത്തിനൊടുവിലാണ് കൗൺസിലറെ പോലീസ് സംഘം കീഴ്പ്പെടുത്തിയത്. പ്രതികളുടെ മർദ്ദനത്തിൽ വട്ടിയൂർക്കാവ് CI വിപിൻ, SI അഭിജിത്ത് എന്നിവർക്ക് പരിക്കേൽക്കുകയും ഇവരെ ഉടനടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഇതിൽ CI വിപിന്റെ പരിക്ക് ഗുരുതരമായതിനാൽ നിലവിൽ അദ്ദേഹത്തെ അടിയന്തര സ്കാനിങ്ങിന് വിധേയനാക്കിയിരിക്കുകയാണ്. മുൻപ് പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള സുഗതനെ BJP കൗൺസിലർ സ്ഥാനാർത്ഥിയാക്കിയത് മുതലേ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. കഴിഞ്ഞ മാസം വട്ടിയൂർക്കാവ് വെള്ളൈക്കടവ് ക്ഷേത്ര ഉത്സവത്തിലെ ഭക്തിഗാനമേളയ്ക്കിടെ ഉണ്ടായ വൻ സംഘർഷവും തുടർന്നുണ്ടായ വധശ്രമവുമാണ് നിലവിലെ കേസിലേക്ക് നയിച്ചത്. ഗാനമേള തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവരെ തടയുക മാത്രമാണ് കൗൺസിലർ ചെയ്തതെന്ന് BJP നേതൃത്വം ന്യായീകരിക്കുമ്പോൾ CPM പ്രവർത്തകരെ ആസൂത്രിതമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു സുഗതനും സംഘവുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആക്ഷേപം. വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ വധശ്രമ കേസിലെ 1-ാം പ്രതിയാണ് സുഗതൻ. കേസിലെ 4-ാം പ്രതിയായ BJP പ്രവർത്തകൻ സന്തോഷിനെ പോലീസ് നേരത്തെ തന്നെ അകത്താക്കിയിരുന്നു. അറസ്റ്റ് ഭയന്ന് സുഗതൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും ഈ മാസം 7-ാം തീയതിക്ക് മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥന് ഹാജരാകാൻ കർശനമായി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി ഒളിവിലിരുന്ന കൗൺസിലർ ഇന്ന് നാട്ടിലെത്തിയെന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം വലയൊരുക്കിയത്. അറസ്റ്റ് രേഖപ്പെടുത്തി സുഗതനെ കനത്ത സുരക്ഷയിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം പോലീസിനെതിരെ പ്രതിരോധവുമായി കൗൺസിലറും രംഗത്തെത്തി തനിക്ക് ചിക്കൻ ബോക്സ് ബാധിച്ചിരിക്കുകയാണെന്നും കോടതിയിൽ ഹാജരാകാൻ 2 ദിവസത്തെ സമയം ചോദിച്ചിട്ടും പോലീസ് ക്രൂരത കാട്ടിയെന്നുമാണ് സുഗതന്റെ വാദം. മാത്രമല്ല, അറസ്റ്റിനെ ചോദ്യം ചെയ്ത തന്റെ ഭാര്യയെയും മകനെയും പോലീസ് അതിക്രൂരമായി തല്ലിച്ചതച്ചതായും സുഗതൻ ആരോപിക്കുന്നു. എന്നാൽ കൗൺസിലറും സഹോദരനും ചേർന്നാണ് പോലീസുകാരെ ആക്രമിച്ചതെന്നും ആത്മരക്ഷാർത്ഥം മാത്രമാണ് വെടിവെച്ചതെന്നുമാണ് പോലീസിന്റെ നയം വ്യക്തമാക്കൽ. പോലീസും രാഷ്ട്രീയ ശത്രുക്കളും അരിച്ചുപെറുക്കി തിരയുമ്പോഴും സുഗതൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പോലീസിനെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുൻപ് വാർഡിലെ വികസന കാര്യങ്ങളും ക്ഷേമ പദ്ധതികളും പങ്കുവെച്ചുകൊണ്ട് 2 ദിവസം മുൻപ് വരെ ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നതായാണ് മനസ്സിലാക്കുന്നത്. നേരിട്ട് കാണാനില്ലെങ്കിലും സൈബർ ലോകത്തെ കൗൺസിലറുടെ വിളയാട്ടം പോലീസിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരുന്നത്. ഇതിനിടെ കൗൺസിലർക്കെതിരെ അതിരൂക്ഷമായ ജനകീയ പ്രതിരോധവുമായി CPM ഉം DYFIയും ഒക്കെ രംഗത്തിറങ്ങിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് തൊട്ടു പിന്നാലെ ഭാരതദർശനത്തിന് പോയ കൗൺസിലർ പിന്നീട് നാട്ടിൽ പൊങ്ങിയത് അടിപിടി കേസിലെ പ്രതിയായിട്ടാണെന്ന് പരിഹസിച്ചുകൊണ്ട് DYFI വാർഡിൽ വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചിരുന്നു. ഇതിനു മുൻപും VK പ്രശാന്ത് MLAയുടെ കാർ തടയുകയും മഹിളാ മന്ദിരം ഉദ്ഘാടനം അലങ്കോലപ്പെടുത്തുകയും ചെയ്ത കേസിലും സുഗതൻ പ്രതിയാണ്. എന്തായാലും BJP കൗൺസിലർ സുഗതൻ അറസ്റ്റിലായിരിക്കുന്നു. അതിഭീകരമായ നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് സുഗതനെ അറസ്റ്റ് ചെയ്തത്.